സ്വകാര്യ കോളേജുകളിൽ പ്രവേശന ഫീസായി ലക്ഷങ്ങൾ അടച്ച മികച്ച കരിയർ സ്വപ്നം കണ്ട ഇന്ത്യൻ വിദ്യാർത്ഥികൾ നിലവിൽ അഭിമുഖീകരിക്കുന്നത് ഇരുണ്ട ഭാവിയെ. അടുത്തിടെ ഓസ്ട്രേലിയയിലേക്ക് എത്തിയ നൂറുകണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പഠനം ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ. ഓസ്ട്രേലിയൻ അധികാരികൾ 150ഓളം കോളേജുകൾ അടച്ചുപൂട്ടിയതോടെ തകർന്നത് ഈ വിദ്യാർത്ഥികളുടെ പഠന സ്വപ്നമാണ്. മികച്ച പഠനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് പോയ വിദ്യാർത്ഥികൾ ഏജന്റുമാർ വാഗ്ദാനം ചെയ്തതുപോലെ സ്ഥിരമായ പരിശീലനവും പഠനവും ആഗ്രഹിച്ചിരിക്കാം. എന്നാൽ ഈ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതെ വെറും വാഗ്ദാനങ്ങളായി മാറി. കൂടാതെ ഈ തെളിവുകൾ കാണിക്കുന്നതിലും പല കോളേജുകളും പരാജയപ്പെട്ടു. അടച്ചിട്ട പല കോളേജുകളിലും പഞ്ചാബിൽ നിന്നുള്ള വ്യാജ ഏജന്റുമാരുടെയും പഠന വിസ ഉപദേശകരുടെയും നേരിട്ടുള്ള പ്രവർത്തനം സഹ ഉടമസ്ഥയിലായിരുന്നു. കൂടാതെ പതിറ്റാണ്ടുകളായി അനധികൃത സ്വകാര്യ കോളേജുകൾ അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് ഇമിഗ്രേഷനും തൊഴിലവകാശങ്ങളും നൽകി വന്നിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായ നിയന്ത്രണങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഓസ്ട്രേലിയൻ സർക്കാരിന് കീഴിൽ ഈ മേഖലയെ തകർക്കാനും വിദ്യാർത്ഥികളെ ഒന്നടക്കം ചൂഷണം ചെയ്യാനും ശ്രമിക്കുന്ന ആർക്കും തന്നെ സ്ഥാനമില്ലെന്നാണ് നൈപുണ്യ പരിശീലന മന്ത്രിയെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓസ്ട്രേലിയൻ സ്കിൽസ് ക്വാളിറ്റി അതോറിറ്റിയുടെ അടിച്ചമർത്തലിന്റെ ഭാഗമായി അടച്ചുപൂട്ടിയ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ അൽബനീസ് സർക്കാർ വീപ്പ് തകർത്തതായാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരം. അതേസമയം ഉത്തരേന്ത്യയിൽ നിന്നുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ എല്ലാ വർഷവും അഡ്മിഷൻ എടുക്കാനും പകരം ജോലി ചെയ്യാനും ഇത്തരം കോളേജുകളിൽ എത്തിപ്പെടുന്നു. ആഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്യാമെന്ന് ഉറപ്പു നൽകിയതിനു ശേഷം 2 വർഷം മുൻപ് ഓസ്ട്രേലിയയിലെത്തിയ ഒരു വിദ്യാർത്ഥി തന്റെ അനുഭവം പങ്കുവച്ചു. ആദ്യ ദിവസങ്ങളിൽ തന്റെ ഹാജരും കോഴ്സും ശ്രദ്ധിച്ചിരുന്നെന്നും ഇപ്പോൾ സർക്കാർ കോളേജ് സീൽ ചെയ്തതായി പഞ്ചാബ് ആസ്ഥാനമായുള്ള ഏജന്റ് അറിയിച്ചതായാണ് വിദ്യാർത്ഥി വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ ഓസ്ട്രേലിയയിലേക്ക് അയച്ച ഏജന്റ് വിസ തട്ടിപ്പ് കേസ് ബുക്ക് ചെയ്തതിനെ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിച്ചതായും തുടർന്ന് കോളേജിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നെന്നും അങ്ങനെ അവിടെ എത്തിയപ്പോൾ അധികൃതരിൽ നിന്ന് കോളേജ് അടച്ചുപൂട്ടി എന്ന വാർത്തയാണ് അറിയാൻ സാധിച്ചതെന്നും ഈ ഒരു സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തങ്ങൾക്ക് ഇതുവരെ ഒരു ധാരണയില്ല എന്നും മറ്റൊരു വിദ്യാർത്ഥിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കാനഡയും ഓസ്ട്രേലിയയും പഠന വിസയുടെ കുരുക്ക് ശക്തമാക്കിയതിനു ശേഷം പഞ്ചാബിലെ തന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചതായും കാനഡയിലും ഓസ്ട്രേലിയയും നിരവധി സ്വകാര്യ കോളേജുകൾക്ക് തങ്ങളെ പോലുള്ള ഏജന്റുമാരിൽ നിന്ന് ഫണ്ടിംഗ് ഉണ്ടെന്നും വിദ്യാർത്ഥികൾ പരിഭ്രാന്തരാകരുതെന്നും ഉടൻ തന്നെ ഒരു വഴിയുണ്ടാകുമെന്നും കഴിഞ്ഞ 4 വർഷമായി 250ലധികം വിദ്യാർത്ഥികളെ ഓസ്ട്രേലിയയിലേക്ക് അയച്ച ഒരു ഏജന്റും വ്യക്തമാക്കിയിട്ടുണ്ട്. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം 2,70,000 കുറയ്ക്കാൻ ഓസ്ട്രേലിയ തീരുമാനിച്ചതോടെയാണ് കോളേജുകളുടെ അടച്ചുപൂട്ടൽ ഭീഷണി ആരംഭിച്ചത്. വിദേശത്തു നിന്നുള്ള കുടിയേറ്റം കോവിഡിന് മുൻപുള്ള രീതിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓസ്ട്രേലിയൻ അധികാരികൾ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഓരോ സ്ഥാപനത്തിനും എത്ര വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാമെന്നതിൽ ഇതോടെ നിയന്ത്രണവും ഏർപ്പെടുത്തി. എന്നാൽ ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ഈ ഒരു തീരുമാനം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെയാണ്. എന്നാൽ അടച്ചുപൂട്ടൽ ബാധിച്ച വിദ്യാർത്ഥികൾക്ക് അധികം ചിലവില്ലാതെ അനുയോജ്യമായ ബദൽ കോഴ്സുകളിൽ പ്ലേസ്മെന്റ് വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷ.